ഏട്ടത്തിയമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഏട്ടത്തിയമ്മ എന്ത് തീരുമാനം എടുത്താലും അത് ഞങ്ങളുടെ ഏട്ടനെ ബാധിക്കുന്നതാവരുത്. നിങ്ങളോ പാർവതിയോ കരുതുന്ന പോലെ ഒരാളല്ല സിദ്ധാർത്ഥൻ. അയാൾ ഒരു ഫ്രോഡാണ്. ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ്. പാർവതിയോട് അയാൾ കാണിച്ച സ്നേഹമെല്ലാം കാപട്യമാണ്. പാർവതിയോട് നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവളോട് ചെന്ന് പറയണം സിദ്ധാർത്ഥനെ മറക്കണമെന്ന്. ഞാൻ ഇനിയിപ്പോ എന്ത് പറയും? ഹലോ ഗിരേട്ട, എന്തായി പോയ കാര്യം? സിദ്ധുവിനെ പറ്റി എന്തെല്ലാം വിവരം കിട്ടിയോ? കിട്ടിയില്ല പാറു, ഇതുവരെ ഒന്നും കിട്ടിയില്ല. അന്വേഷിക്കുന്നുണ്ട്. ഗിരേട്ടനിപ്പം എവിടെയാ ഇപ്പം അന്വേഷിക്കുന്നത്? അത് ഞാൻ പറയാം. ഞാൻ വിളിക്കാൻ പാറു, കുറച്ച് തിരക്കില്ല, അതാ. ശരി. ഗിരിയേട്ടാ, ഗിരിയേട്ടാ ഇവിടെ നിൽക്കണോ? ഓ, ഒന്നും പറയണ്ട ഗിരിയേട്ടാ. എന്റെ പൊന്നോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലേ പറ്റുള്ളൂ ഗിരിയേട്ടാ. ഈ ഹോസ്പിറ്റലിലുള്ളവരെ ഇവരെല്ലാരും മനസ്സാക്ഷിയില്ലാത്ത രാക്ഷസന്മാരാണ് ഗിരിയേട്ടാ. എന്നെ ഇഞ്ചക്ഷൻ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു. ഒന്നല്ല 3 സൂചിയാണ് എന്നെ കുത്തി കയറ്റിയത്. ഇഞ്ചക്ഷൻ കയ്യിൽ മതി 100 തവണ പറഞ്ഞത് കേട്ടില്ല. ആരും കേൾക്കായി. എനിക്ക് വയ്യേ ഗിരിയേട്ടാ, ആ പോവാ. എനിക്ക് വയ്യായിട്ട് ഇവിടെ നിൽക്കാൻ. വാ ഗിരേട്ടാ, അവിടെ നിൽക്കാതെ വാ ഗിരേട്ടോ. സിദ്ധുവിനെ ഇനിയും കണ്ടെത്താൻ ഗിരിയേട്ടന് സാധിച്ചില്ലേ? സിദ്ധു എവിടെയാ ഉള്ളത്? ഒരു വാക്കുപോലും പറയാതെ സിദ്ധു എവിടേക്കാ പോയത്? ഈശ്വര, ഇന്ന് ഗിരിയേട്ടന് സിദ്ധുവിനെ കണ്ടെത്താൻ സാധിക്കണേ. ഏട്ടത്തിയമ്മ എന്തോ കാര്യമായിട്ട് ആലോചിക്കാൻ തോന്നുന്നു. ഹേയ്, ഒന്നുമില്ല. മുഖം കണ്ടപ്പോ അങ്ങനെ തോന്നി. പറയറാണി, ഏട്ടൻ എവിടെ പോയതാ ഏട്ടത്തിയമ്മ? അത് ടൗണില് സാധനം എടുക്കാൻ പോയതല്ലേ, എല്ലാ മാസവും പോകുന്ന പോലെ. ഓ, സാധനം എടുക്കാൻ പോയതാണോ? അല്ല, സാധാരണ സാധനം എടുക്കാൻ പോകുമ്പോ എന്നോട് പറയുന്നതാ. ഇത്തവണ എന്തു പറ്റി? ഓ, തിരക്കിട്ട് പോയപ്പോ എന്നോട് പറയാൻ മറന്നതായിരിക്കും അല്ലേ? അതെ. റാണി മോളെ, നീ എന്താ ചിന്തിക്കുന്നേ? ഇല്ല, ഒന്നുമില്ല. ഏട്ടത്തിയമ്മ ഇനി എന്നാ ജോലിക്ക് പോകുന്നത്? പോണം. എന്നാ? അതിനും ഞാൻ ഹോസ്പിറ്റലിലൊന്നും ജോയിൻ ചെയ്തില്ലല്ലോ റാണി. ജോയിൻ ചെയ്യണം.
എവിടെയായിരിക്കും ജോയിൻ ചെയ്യുന്നത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഉടനെ ജോയിൻ ചെയ്യുമോ? അതും തീരുമാനിച്ചിട്ടില്ല. ശരി, ഏട്ടത്തിയമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഏട്ടത്തിയമ്മ എന്ത് തീരുമാനം എടുത്താലും അത് ഞങ്ങളുടെ ഏട്ടനെ ബാധിക്കുന്നതാവരുത്. അതെന്താ അങ്ങനെ പറഞ്ഞ? ഒന്നുമില്ല. റാണി എന്തിനാ അങ്ങനെ പറഞ്ഞത്? പാർവതിയും സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹം നടക്കാനോ? ഇല്ല, അവർ തമ്മിലുള്ള വിവാഹം ഇനി ഒരിക്കലും നടക്കില്ല. നിങ്ങളോ പാർവതിയോ കരുതുന്ന പോലെ ഒരാളല്ല സിദ്ധാർത്ഥൻ. അയാൾ ഒരു ഫ്രോഡാണ്. ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ്. പണത്തെ മാത്രമാണ് അയാൾ സ്നേഹിക്കുന്നത്. പ്രതീക്ഷിച്ച ലാഭം പാർവതി വിവാഹം കഴിച്ചാൽ കിട്ടില്ലെന്ന് തോന്നിയപ്പോ അയാൾ വളരെ ഈസി ആയിട്ട് പാർവതി ഒഴിവാക്കി. ഗിരിയേട്ടാ, എന്തോ പറ്റി? എന്താ ഒരു ഉഷാറില്ലായ്മ? എന്തോ വിഷമമുള്ളത് പോലെ. എന്താ മിണ്ടാത്തേ? നിനക്ക് കൈക്ക് വേദന ഉണ്ടോ? നീ നിൽക്ക്, ഞാനൊന്ന് കയറിയിട്ട് വരാം.